ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കുവൈറ്റിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ പൗരത്വ പരിശോധനകളും തുടർന്നുള്ള പൗരത്വം റദ്ദാക്കലും പുരോഗമിക്കവേ നൂറുകണക്കിന് പ്രവാസികൾ പ്രതിസന്ധിയിലായി. പൗരത്വം റദ്ദാക്കപ്പെട്ട കുവൈറ്റികളുടെ നേരിട്ടുള്ള സ്പോൺസർഷിപ്പിലോ അവരുടെ കമ്പനി വിസയിലോ ജോലി ചെയ്യുന്ന പ്രവാസികളാണ് എന്ത് ചെയ്യണമെന്നറിയാതെ പ്രതിസന്ധിയിലായത്. പൗരത്വം റദ്ദാക്കപ്പെട്ടതിനെ തുടർന്ന് തങ്ങളുടെ സ്പോൺസറുടെ ഫയലുകൾ മരവിപ്പിക്കപ്പെട്ടതോടെ വിസ പുതുക്കൽ, ട്രാൻസ്ഫർ ചെയ്യൽ, ക്യാൻസൽ ചെയ്യൽ തുടങ്ങി ഒരു നടപടിക്രമവും നടത്താനാകാതെ ആശങ്കയിലാണ് അവരുടെ കീഴിലുള്ള പ്രവാസികൾ. പൗരത്വം റദ്ദാക്കാനുള്ള തീരുമാനങ്ങളിൽ പേരുകൾ ഉൾപ്പെട്ട വ്യക്തികൾക്കുള്ള പ്രതിമാസ ദേശീയ തൊഴിൽ പിന്തുണ താൽക്കാലികമായി നിർത്തിവച്ചതായി പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. അനധികൃത താമസക്കാർക്കായുള്ള സെൻട്രൽ ഏജൻസി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം. തൊഴിൽ പിന്തുണ ലഭിക്കണമെങ്കിൽ ഗുണഭോക്താക്കൾ കുവൈറ്റ് പൗരന്മാരായിരിക്കണമെന്ന നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവരുടെ പൗരത്വം റദ്ദാക്കപ്പെടുന്നതോടെ ഈ നിബന്ധന പാലിക്കാത്ത സ്ഥിതി വരുന്നതോടെയാണ് ഇവർക്കുള്ള സഹായങ്ങളും പിൻവലിക്കപ്പെടുന്നത്. ഉടമകളുടെ പൗരത്വം റദ്ദാക്കപ്പെടുന്നതോടെ അവരുടെ കമ്പനികളുടെയും സ്വകാര്യ മേഖലയിലെ തൊഴിലുടമകളുടെയും ഫയലുകൾ പ്രത്യേകമായി ഫ്ലാഗ് ചെയ്യുന്നതായി അതോറിറ്റി വെളിപ്പെടുത്തി. തൊഴിൽ വിപണിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്നും അവരെ ഫലപ്രദമായി തടയുന്ന ഒരു പ്രത്യേക കോഡ് ഉപയോഗിച്ചാണ് അവരുടെ ഫയലുകൾ ഫ്ലാഗ് ചെയ്യുന്നത്. ഇങ്ങനെ ഫയലുകൾ ഫ്ലാഗ് ചെയ്യപ്പെടുന്ന കമ്പനികൾക്കും തൊഴിലുടമകൾക്കും കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രവാസി തൊഴിലാളികൾക്ക് വർക്ക് പെർമിറ്റ് പുതുക്കാനോ തൊഴിൽ കൈമാറ്റം ചെയ്യാനോ സാധിക്കുകയില്ല. കമ്പനി ഉടമകൾ കേന്ദ്ര നിയമവിരുദ്ധ താമസക്കാർക്കായുള്ള സെൻട്രൽ ഏജൻസിയുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രശ്നത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നതുവരെ ഈ അവസ്ഥ തുടരുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ വിലയിരുത്തൽ. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന പ്രശ്നങ്ങൾ അധികൃതരുടെ പരിഗണനയിലാണെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നിയന്ത്രണങ്ങൾ നീക്കണമോ അതോ കമ്പനികളെ അവരുടെ പദവിയിൽ ഭേദഗതി വരുത്താൻ അനുവദിക്കണമോ എന്നത് സംബന്ധിച്ച് കേന്ദ്ര ഏജൻസി നിർദ്ദേശങ്ങൾ നൽകും. ആവശ്യമായ നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ മാൻ പവർ അതോറിറ്റി ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പ്രശ്നബാധിതരായ കമ്പനികളെ കണ്ടെത്തി ഉചിതമായ നടപടികൾ കൈക്കൊള്ളുന്നതിന് മാൻ പവർ അതോറിറ്റി ആഭ്യന്തര മന്ത്രാലയവുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയാണ്. ഒരു വാണിജ്യ ലൈസൻസ് ലഭിക്കുന്നതിനുള്ള മുൻ വ്യവസ്ഥകളിലൊന്ന് ലൈസൻസ് ഉടമ കുവൈറ്റ് പൗരനായിരിക്കണം എന്നതാണ്. ദേശീയത റദ്ദാക്കുന്നതോടെ ഈ ആവശ്യകത ലംഘിക്കപ്പെടുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. ഇതുമൂലം കമ്പനികളും അവരുടെ തൊഴിലാളികളും തമ്മിലുള്ള കരാർ ഉടമ്പടികൾ അസാധുവാകാൻ സാധ്യതയുണ്ട്. അതേസമയം ഈ തീരുമാനങ്ങളാൽ പ്രതിസന്ധിയിലാകുന്ന തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് മാൻ പവർ അതോറിറ്റി പ്രതിജ്ഞാബദ്ധമാണെന്നും അധികൃതർ അറിയിച്ചു. ഒന്നാം ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫിന്റെ നിർദ്ദേശപ്രകാരം പ്രശ്നബാധിത തൊഴിലാളികൾക്ക് തടസ്സമില്ലാതെ ശമ്പള പേയ്മെന്റുകൾ, മുഴുവൻ ആനുകൂല്യങ്ങൾ, നിയമം നമ്പർ 6/2010 പ്രകാരം അനുശാസിക്കുന്ന മറ്റ് അവകാശങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. 50 വർഷത്തെ അസദ് കുടുംബത്തിന്റെ രാജവാഴ്ച അവസാനിപ്പിച്ച് സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസദിനെ പുറത്താക്കിയ വിമത വിഭാഗങ്ങളുടെ നടപടികൾ ആഹ്ലാദവും ആശ്വാസവും പ്രകടിപ്പിച്ച് UAE-യിലെ സിറിയൻ പ്രവാസികൾ. ഇവരിൽ പലരും ഭരണകൂടത്തിന്റെ അതിക്രമങ്ങൾ മൂലം നാടുവിടാൻ നിർബന്ധിതരാവും അഭയാർത്ഥികളായി UAE-യിൽ കഴിയുന്നവരുമാണ്. മാതൃരാജ്യത്ത് നടക്കുന്ന അവിശ്വസനീയമായ മാറ്റങ്ങളെ ഏറെ കൗതുകത്തോടെയും ആവേശത്തോടെയും ഉറ്റുനോക്കുകയാണ് ഇവിടുത്തെ സിറിയൻ നിവാസികൾ. നാട്ടിലെ സംഭവ വികാസങ്ങളുടെ തത്സമയ വിവരങ്ങൾ അറിയാൻ ഉറക്കമൊഴിഞ്ഞ് TV സ്ക്രീനുകളിലും സാമൂഹിക മാധ്യമങ്ങളിലും കണ്ണും നട്ടിരിപ്പാണ് അവരിൽ പലരും. 25 വർഷത്തോളം നീണ്ട ഭരണത്തിന് വിരാമമിട്ടുകൊണ്ട് പ്രസിഡന്റ് ബഷാർ അൽ അസദിനെ പുറത്താക്കിയതായി വിമതർ പ്രഖ്യാപിച്ചു. മിന്നൽ ആക്രമണത്തിന് ശേഷം തലസ്ഥാനമായ ഡമസ്കസിന്റെ നിയന്ത്രണം തങ്ങൾ ഏറ്റെടുത്തതായി വിമതർ അവകാശപ്പെട്ടു. ബഷാർ അൽ അസദ് തലസ്ഥാനത്ത് നിന്നും വിമാനത്തിൽ പലായനം ചെയ്തതായാണ് വാർത്തകൾ. എന്നാൽ അദ്ദേഹം എങ്ങോട്ടാണ് പോയതെന്ന് വ്യക്തമല്ല. 2011 ആരംഭിച്ച 13 വർഷത്തെ ആഭ്യന്തര യുദ്ധത്തെ തുടർന്നാണ് ഭരണകൂടത്തിന്റെ തകർച്ച സംഭവിച്ചിരിക്കുന്നത്. ജനാധിപത്യ പരിഷ്കാരങ്ങൾക്കായി ആഹ്വാനം ചെയ്ത സമാധാനപരമായ പ്രതിഷേധങ്ങൾ ഇത്രയും കാലം സർക്കാർ അടിച്ചമർത്തുകയായിരുന്നു എന്നും കൂട്ടിച്ചേർത്തു.
സൗദി പൗരന്മാരെ നിയമിക്കുന്നതിനുള്ള നിയമങ്ങൾ മറികടന്ന് തൊഴിൽ ലൈസൻസിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ജോലികൾ ചെയ്യാൻ പ്രവാസികളെ അനുവദിക്കുന്ന തൊഴിലുടമകൾക്ക് മുന്നറിയിപ്പുമായി അധികൃതർ. ഒരു വിദേശ തൊഴിലാളിയെ അവരുടെ ലൈസൻസിൽ പറഞ്ഞിട്ടില്ലാത്ത തൊഴിലേർപ്പെടാൻ അനുവദിക്കുന്നത് സൗദി തൊഴിൽ നിയമങ്ങളുടെ ലംഘനമാണെന്ന് സൗദി മനുഷ്യവിഭവ സാമൂഹിക വികസന മന്ത്രാലയം വ്യക്തമാക്കി. ഇത്തരം നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നവർ അക്കാര്യം ഔദ്യോഗിക ആപ്പുകൾ വഴി റിപ്പോർട്ട് ചെയ്യണമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി രാജ്യത്ത് വിവിധ തൊഴിൽ മേഖലകളിൽ സ്വദേശിവൽക്കരണം സൗദി അധികൃതർ ശക്തമാക്കിയിരുന്നു. പൊതുമേഖലയ്ക്ക് പുറമെ സ്വകാര്യ മേഖലയിലും സ്വദേശികൾക്ക് തൊഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധ തൊഴിലുകൾ സൗദികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഉദാഹരണമായി വിദ്യാഭ്യാസം, ടെലികമ്മ്യൂണിക്കേഷൻസ്, റിയൽ എസ്റ്റേറ്റ്, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ സ്വദേശികളുടെ തൊഴിൽ വർദ്ധിപ്പിക്കുന്നതിനും വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള നിരവധി സംരംഭങ്ങൾ സൗദി അറേബ്യ ആരംഭിച്ചിട്ടുണ്ട്. സൗദിവൽക്കരണം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ തൊഴിൽ നയം സൗദി പൗരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് സ്വകാര്യ മേഖലയിലെ കമ്പനികൾക്ക് പലവിധ പ്രോത്സാഹനങ്ങളും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ സൗദിയിൽ നിന്നും 9,529 പേരെ നാടുകടത്തിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. പുറത്താക്കപ്പെട്ടവരിൽ ഇന്ത്യക്കാരും ഉൾപ്പെടുന്നുണ്ട്. താമസ നിയമങ്ങൾ, തൊഴിൽ നിയമങ്ങൾ, അതിർത്തി സുരക്ഷ തുടങ്ങിയവ ലംഘിച്ചതിന് പിടിയിലായി താൽക്കാലിക ഷെൽട്ടർ ഹോമുകളിൽ കഴിയുന്നവരെയാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം കഴിഞ്ഞയാഴ്ച സൗദി അധികൃതർ നാടുകടത്തിയത്. നവംബർ 18-നും ഡിസംബർ 4-നും ഇടയിലാണ് ഇത്രയും പേർ നാടുകടത്തപ്പെട്ടത്. ഇവർക്ക് പുറമെ നേരത്തെ വിവിധ നിയമലംഘനങ്ങൾക്ക് പിടിയിലായ 25,484 പ്രവാസികൾ നിയമ നടപടികൾ നേരിടുന്നതായും അധികൃതർ അറിയിച്ചു. ഇവരിൽ 22,604 പേർ പുരുഷന്മാരും 2,880 പേർ സ്ത്രീകളുമാണ്. ഇവരിൽ 17,981 പേരെ നാട്ടിലേക്കുള്ള യാത്രാരേഖകൾ ശരിയാക്കുന്നതിനായി ബന്ധപ്പെട്ട നയതന്ത്ര കാര്യാലയങ്ങളിലേക്ക് റഫർ ചെയ്തിട്ടുണ്ട്. 2,427 പേർക്ക് അവരുടെ യാത്രാ ബുക്കിംഗ് അന്തിമമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ഈ കാലയളവിൽ സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിയമലംഘകരായ 18,489 പ്രവാസികൾ പിടിയിലായതായും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ ആഴ്ച അറസ്റ്റിലായവരിൽ ഏറ്റവും കൂടുതൽ പേർ പിടിയിലായത് താമസ നിയമങ്ങൾ ലംഘിച്ചതിനാണെന്നും അധികൃതർ വ്യക്തമാക്കി. 10,824 പ്രവാസികളാണ് വിസ നിയമങ്ങൾ ലംഘിച്ചതിന് പിടിയിലായത്. 4,638 പേർ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിനും 3,027 പേർ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിനും പിടിക്കപ്പെട്ടു. അതിർത്തി നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്തേക്ക് അനധികൃതമായി പ്രവേശിക്കാൻ ശ്രമിച്ചതിന് 1,125 പേരെയാണ് സുരക്ഷാ അധികൃതർ പിടികൂടിയത്. ഇങ്ങനെ അറസ്റ്റിലായവരിൽ 56% എത്യോപ്യക്കാരും 42% യമനികളും ബാക്കി 2% മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ്. ആവശ്യമായ രേഖകളില്ലാതെ അനധികൃതമായി രാജ്യത്തിന് പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ച 57 പേരും പിടിയിലായി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.